നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ ലക്ഷക്കണക്കിന് പേരെന്ന് കണക്കുകൾ. വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസ് അസറ്റ് കൺസ്ട്രക്ഷനെ ഏൽപ്പിച്ച ബാങ്കുകളുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സാംസ്കാരിക സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ വർഗീയ താൽപര്യങ്ങൾക്ക് അടിയറ വയ്ക്കുകയാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്. ജാതിയോ മതമോ നോക്കിയല്ല സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ആളെ വെക്കേണ്ടതെന്നും മന്ത്രി. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ഭരണമാണ് ഉമ്മൻചാണ്ടിയുടേതെന്നും പിള്ള. ചിന്ത്രാഭിനി ഈസ്റ്റിൽ പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനിടെ വാർക്ക തകർന്നു വീണ് തൊഴിലാളി മരിച്ചു. ഏറിയാട് കാറിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. സംസ്ഥാനത്ത് വിവിധ സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാമിനുള്ള ആദരാഞ്ജലിയായിരുന്നു പ്രവൃത്തിദിനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ ലക്ഷക്കണക്കിന് പേരെന്ന് കണക്കുകൾ. ഇരകളാകുന്നവരിൽ ഏറെയും നഴ്സിംഗ്, എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർ. വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസ് അസറ്റ് കൺസ്ട്രക്ഷനെ ഏൽപ്പിച്ച ബാങ്കുകളുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംസ്ഥാനത്താകെ 12 ലക്ഷത്തോളം പേരാണ് വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കാനാകാതെ പ്രയാസപ്പെടുന്നവർ. പ്രതീക്ഷിച്ച ജോലി ലഭിക്കാതെയും പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതെയും വായ്പ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് ഏറെയും. കോഴ്സ് പൂർത്തിയാക്കി 1 വർഷത്തിനുള്ളിലോ ജോലി ലഭിച്ച് 6 മാസത്തിനകമോ വായ്പ തിരിച്ചടച്ചു തുടങ്ങണമെന്നാണ് നിബന്ധന. എന്നാൽ വിദേശത്ത് ജോലി പ്രതീക്ഷിച്ചും ഉയർന്ന ശമ്പളം പ്രതീക്ഷിച്ചും പ്രൊഫഷണൽ കോഴ്സുകൾ വായ്പയെടുത്ത് പഠിച്ചിറങ്ങുന്നവരിലേറെയും തൊഴിൽ രഹിതരായി തുടരുന്നുവെന്നതാണ് സത്യം. അതല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യേണ്ട അവസ്ഥ. വായ്പ തിരിച്ചടയ്ക്കാനാകാതെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് വൻ കടബാധ്യത ഇളം പ്രായത്തിൽ തന്നെ ചുമലിലേറ്റേണ്ടി വരുന്ന യുവതലമുറയുടെ എണ്ണം ഭീകരമായി വർദ്ധിച്ചു വരികയാണ്. തികച്ചും സാധാരണക്കാരായ കുടുംബങ്ങളാണ് ഇത്തരം പ്രതിസന്ധിയിൽ ഉൾപ്പെടുന്നത്. നഴ്സിംഗ് മേഖലയിൽ വായ്പയെടുത്ത് പഠിക്കുന്ന പെൺകുട്ടികളുടെ കാര്യമാണ് ഏറെ ദയനീയം. വിദ്യാഭ്യാസ ലോണിന്റെ ലക്ഷങ്ങളുടെ ബാധ്യതയ്ക്കൊപ്പം വലിയ തുക ചിലവഴിച്ച് പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാനാകാതെ നീറുന്ന കുടുംബങ്ങൾ ഏറെയാണ്. പല എഞ്ചിനീയറിംഗ് കോഴ്സായാലും നഴ്സിംഗ് കോഴ്സായാലും അതുപോലെ തന്നെ BTech അങ്ങനെ പല കോഴ്സുകൾ. അപ്പോൾ എൻ്റെ മകൻ തന്നെ പഠിച്ചത് MSc മൈക്രോബയോളജി കോഴ്സിന്. ഇവിടെ ജോലിയില്ല ആൾക്ക്. പണം തിരിച്ചടയ്ക്കാനാകുന്നില്ലെങ്കിൽ വഴി താൻ പറഞ്ഞു തരാമെന്ന് നഴ്സിംഗ് വിദ്യാർത്ഥിനിയോട് ബാങ്ക് മാനേജർ പറഞ്ഞ അനുഭവങ്ങളും ഇവർക്ക് പറയാനുണ്ട്. വിദേശങ്ങളിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി എന്ന സ്വപ്നവുമായി പഠിച്ചിറങ്ങുന്നവർക്ക് വായ്പയുടെ പലിശ അടയ്ക്കാനുള്ളത്ര ശമ്പളം പോലും നാട്ടിൽ കിട്ടാറില്ലെന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാനായി ബാങ്കുകൾ റിലയൻസ് അസറ്റ് കൺസ്ട്രക്ഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പാവപ്പെട്ട കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തിരിച്ചുപിടിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളാണ് ഇത്തരം ഏജൻസികളാണെന്നാണ് ആക്ഷേപം. ഒരു അസറ്റ് എന്ന് പറഞ്ഞ സംഘടന ഒരു മാഫിയ സംഘം പോലെയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അവരുടെ പ്രവർത്തനം വളരെ മോശമാവും. വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് കൂടുതൽ ആത്മഹത്യകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം. ബാങ്കുകളുടെ ഇത്തരമൊരു നീക്കത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. കാർഷിക വായ്പ 4% പലിശയ്ക്ക് നൽകുമ്പോൾ വിദ്യാഭ്യാസ വായ്പയ്ക്ക് 11 മുതൽ 24% വരെ പലിശ ഈടാക്കുന്നുവെന്നതാണ് മറ്റൊരു വിരോധാഭാസം. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വായ്പ എടുത്തൊരു ജില്ല നമ്മുടെ ജില്ലയാണ് തൃശ്ശൂരാണ്. 18% വരെ. ഇപ്പോൾ കാർഷിക വായ്പയ്ക്ക് 4%, അതുപോലെ തന്നെ മറ്റ് വായ്പകൾക്കൊക്കെ 10ഉം 11ഉം, വീട് വയ്ക്കാൻ വേണ്ടി 11%, 10% ഒക്കെ ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് വാങ്ങിക്കുന്ന ഒരു മേഖലയായിട്ട് വിദ്യാഭ്യാസ മേഖലയായിട്ട് മാറി. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള സബ്സിഡി നൽകാനും പല ബാങ്കുകളും തയ്യാറല്ല. രക്ഷിതാക്കൾ മരിച്ചാൽ വിദ്യാഭ്യാസ വായ്പ എഴുതി തള്ളണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല. സാക്ഷരതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും പേരിൽ അഭിമാനം കൊള്ളുന്ന കേരളത്തിൽ കർഷക ആത്മഹത്യയ്ക്ക് സമാനമായ സാമൂഹിക പ്രശ്നമായി ഇത് മാറിത്തീരുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പാവപ്പെട്ട കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്ന ഊരാക്കുടുക്കായി വിദ്യാഭ്യാസ വായ്പകൾ മാറുകയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും ജാഗ്രതയും ഇടപെടലും ഉണ്ടായില്ലെങ്കിൽ ഗുരുതരമായ സാമൂഹിക പ്രശ്നമായി ഇത് മാറിത്തീരുമെന്ന് തീർച്ച. TCV ന്യൂസ്, തൃശൂർ. സാംസ്കാരിക സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ വർഗീയ താൽപര്യങ്ങൾക്ക് അടിയറ വയ്ക്കുകയാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. തൃശൂർ അതിരൂപത KCYM സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജാതിയോ മതമോ നോക്കിയല്ല സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ആളെ വെക്കേണ്ടതെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത് അത്തരം വർഗീയ താൽപര്യങ്ങളാണ്. പ്രത്യേകമായ രാഷ്ട്രീയ വിശ്വാസം അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കീഴിലുണ്ട്.
സാഹിത്യ അക്കാദമി, ലളിതകല അക്കാദമി, അതുപോലെ സംഗീതനാട അക്കാദമി, നിരവധി സ്ഥാപനങ്ങൾ ഏറെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ആളുകളെ തീരുമാനിക്കുന്നത് അവരുടെ ജാതി നോക്കിയാണ്, അവരുടെ മതം നോക്കിയാണ്. ആ രംഗത്ത് ജോലി എടുക്കാൻ പ്രാപ്തിയുണ്ടോ എന്ന വിലയിരുത്തലാണ് ഞങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്നത്. പക്ഷെ ഇന്ന് ദേശീയ രംഗത്ത് പല സ്ഥാപനങ്ങളും നിയമിക്കുന്നത് കടുത്ത വർഗീയ താല്പര്യങ്ങൾ മാത്രം വെച്ചു പുലർത്തുന്ന ചിലരെയാണെന്ന കാര്യം നമ്മളെല്ലാവരും പത്രങ്ങൾ വായിക്കുന്നുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷങ്കലർന്ന പച്ചക്കറികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന തടയാനുള്ള നടപടികളുമായി കേരളം മുന്നോട്ടു പോകും. തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളിൽ 2 തരത്തിലുള്ള വേർതിരിവുള്ളതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. കീടനാശിനി നിറഞ്ഞ പച്ചക്കറി കേരളത്തിലേക്ക് കയറ്റി അയക്കുമ്പോൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത പച്ചക്കറിയാണ് തമിഴ്നാട് ഉപയോഗിക്കുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. നമുക്ക് ആവശ്യമായ പച്ചക്കറി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ, അത് കേരളത്തിന്റെ ഓരോ മേഖലയിലും സാധിച്ചാൽ, നമുക്ക് നാളെ തമിഴ്നാട്ടിന്റെ പച്ചക്കറിയെ ആശ്രയിക്കേണ്ടി വരികയില്ല. തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ 2 തരം തോട്ടങ്ങളുണ്ട്. കേരളത്തിലേക്ക് അയക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കെമിക്കൽസ് കലർന്ന തോട്ടങ്ങൾ, തമിഴ്നാട് ഭക്ഷിക്കാൻ വേണ്ടി ജൈവ കൃഷി ചെയ്ത പച്ചക്കറി. റോഡ് സുരക്ഷ, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ സംബന്ധിച്ച് സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. അയ്യന്തോൾ സെന്റ് മേരീസ് അസംഷൻ ദേവാലയത്തിൽ നടന്ന സമ്മേളനത്തിൽ BCCI വൈസ് പ്രസിഡന്റ് TC മാത്യു, KCYM ഡയറക്ടർ ഫാദർ ജിയോ കടവി, ഫാദർ ജിയോ അടമ്പുക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. UDF-നും ഉമ്മൻചാണ്ടിയുടെ അഴിമതി സർക്കാരിനുമെതിരെ തുറന്നടിച്ച് കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് പാർട്ടി തീരുമാനമെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രവർത്തക യോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളവും ഇന്ത്യയും കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നതെന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞു. മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കാനും മന്ത്രിസഭ നിലനിർത്താനും വേണ്ടി നടത്തിയ ഉമ്മൻചാണ്ടിയുടെ നീചപ്രവർത്തികളുടെ പങ്കാളിത്തം വഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് UDF വിടാൻ പാർട്ടി തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടി നടത്തിയ നീച പ്രവർത്തനങ്ങളുടെ പങ്കാളിത്തം വഹിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ 2-3 വർഷമായി ഉണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നണി വിടാൻ നമ്മൾ തീരുമാനിച്ചത്. പൊതുമരാമത്ത്, ഭക്ഷ്യവകുപ്പ് തുടങ്ങിയ കേരളത്തിലെ സർവ്വ മേഖലകളിലും അഴിമതി വ്യാപകമായിരിക്കുകയാണ്. 3 വർഷം മുൻപേ താൻ സർക്കാരിന്റെ വകുപ്പ് തല അഴിമതികളെക്കുറിച്ച് അതാത് മന്ത്രിമാരടക്കമുള്ളവരുടെ മുൻപാകെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പാഠപുസ്തക വിതരണം അടക്കമുള്ളവയിലും അഴിമതി വ്യാപിക്കുക മാത്രമാണ് ചെയ്തത്. അവസാനമായി മോദിയുടെ വലം കൈയായ അദാനിയെ വിഴിഞ്ഞം പദ്ധതി ഏൽപ്പിച്ചതും ഇതിനുദാഹരണമാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസ് തറപറ്റിയതോടെ ഹൈക്കമാൻഡ് ഇല്ലാതായിരിക്കുന്നു. ഇതോടെ ഹൈക്കമാൻഡ് പറഞ്ഞാലും കേൾക്കാത്ത മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി മാറി. അഴിമതി, കെടുകാര്യസ്ഥത, വർഗീയത എന്നിവ വളർത്തുന്നവരായി ഭരണകക്ഷിയിലെ പലരും മാറി. കോൺഗ്രസിനെ വർഗീയതയുടെ പര്യായമായി ഉമ്മൻചാണ്ടി മാറ്റിയെന്നും ബാലകൃഷ്ണപിള്ള ആരോപിച്ചു. കോൺഗ്രസ് കേന്ദ്രത്തിൽ തറപറ്റിയോടുകൂടി ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിന് ഉമ്മൻചാണ്ടിക്ക് എല്ലാരെ പറ്റിയും ഞാൻ പറയുന്നില്ല, ഇപ്പൊ ഹൈക്കമാൻഡ് ഇല്ലാതായി. എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡായിരുന്നു. ഇപ്പൊ ഹൈക്കമാൻഡ് പറഞ്ഞാലും കേൾക്കാത്ത മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി കേരളത്തിൽ മാറി. വർഗീയത വളർത്തി BJP എന്ന ഉമ്മാക്കി കാട്ടിയാണ് അരുവിക്കരയിൽ കോൺഗ്രസ് വിജയം കണ്ടത്. ഗവൺമെന്റ് നിലനിർത്താൻ വേണ്ടി ഘടകകക്ഷികളെപ്പോലും പറഞ്ഞു വഞ്ചിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്കെതിരെ വരെ പല അഴിമതി കഥകളും പുറത്തു വരുന്നതോടെ സദാചാര ബോധമില്ലാത്ത മന്ത്രിസഭയായി ഉമ്മൻചാണ്ടിയുടേത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെതിരെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുമായി സഹകരിച്ച് കേരളത്തിന് നഷ്ടപ്പെട്ട അന്തസ്സും അഭിമാനവും തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും. അതേസമയം ഇടതുമുന്നണിയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നുവരികയാണെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം ബഹുമാനകരമായ നേതൃത്വമാണ്, ഭൂഷണമല്ല. അതുകൊണ്ട് അതിനെതിരായി ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനവും അന്തസ്സും തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ. ന്യൂസ് ഡെസ്ക് TCV. വധശിക്ഷ വേണ്ടെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ബിക്കുള്ളതെന്ന് പാർട്ടി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള തൃശൂരിൽ പറഞ്ഞു. യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ തങ്ങളില്ല. അത് നീതിന്യായ വ്യവസ്ഥയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ 97 പേരെ ട്രെയിനിൽ ചുട്ടുകൊന്ന ഗുജറാത്ത് മന്ത്രിക്ക് വരെ ജീവപര്യന്തം മാത്രം ശിക്ഷ വിധിച്ചത് ആരും മറക്കരുത്. ചെറിയ പാർട്ടിയാണെങ്കിലും ആദർശങ്ങളുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതിനാൽ തന്നെ അന്നും ഇന്നും വധശിക്ഷയോട് വിയോജിപ്പ് മാത്രമാണുള്ളത്. അതിനാൽ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ലെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു.
ചന്ദ്രാപിന്നി ഈസ്റ്റിൽ പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനിടെ വാർക്ക തകർന്നു വീണ് തൊഴിലാളി മരിച്ചു. തളിക്കുളം ചേർക്കര സ്വദേശി 65 വയസ്സുള്ള ചെണ്ടിപ്പറമ്പിൽ രവിയാണ് മരിച്ചത്. കൂടെ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളി സലീമിന് പരിക്കേറ്റു. ഇയാളെ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 10ഓടെയായിരുന്നു അപകടം. തളിക്കുളം സ്വദേശി വലിയകത്ത് മുഹമ്മദ് വാങ്ങിയ സ്ഥലത്തെ പഴയ വീടാണ് പൊളിച്ചുകൊണ്ടിരുന്നത്. വീടിന്റെ പുറകുവശത്തെ കോണിപ്പടിയുടെ ഭാഗം പൊളിച്ചു മാറ്റുന്നതിനിടെയായിരുന്നു അപകടം. താഴെ ഇഷ്ടിക നീക്കിക്കൊണ്ടിരുന്ന രവിയുടെ ദേഹത്ത് വാർക്ക തകർന്നു വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് അയൽവാസിയും ആശാവർക്കറുമായ സാജിദ അഷ്റഫ് ഓടിയെത്തി നാട്ടുകാരെ വിവരമറിയിച്ചു. ഉടനെ നാട്ടുകാരും ലൈഫ് ഗാർഡും സ്ഥലത്തെത്തി രവിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സും മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ ഏറിയാട് യു ബസാറിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഏറിയാട് മാടവന സ്വദേശി നടുമുറി വീട്ടിൽ 60 വയസ്സുള്ള കാർത്തികേയനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മാടവന സ്വദേശി ഉള്ളിശ്ശേരി അബ്ദുൽ ഖാദറിന് പരിക്കേറ്റു. ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ബൈക്കിലിടിച്ച കാർ നിർത്താതെ പോയി. സമീപത്തുള്ള മുസ്രീസ് സഹകരണ ബാങ്കിലെ CCTV ക്യാമറയിൽ നിന്ന് കാറിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാറിനായി കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവധി ദിനം പ്രവൃത്തി ദിനമാക്കി കലാമിന് കേരളത്തിന്റെ വേറിട്ട ആദരം. ജില്ലയിൽ വിവിധ സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും അവധി ദിനമായ ഞായറാഴ്ച തുറന്നു പ്രവർത്തിച്ചു. അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായും കലാമിന്റെ ജീവിത ദർശനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ജീവനക്കാർ മാതൃകയായത്. ഡോക്ടർ കലാമിന്റെ മരണശേഷം വന്ന ആദ്യ അവധി ദിനത്തിൽ ജീവനക്കാരും വിദ്യാർത്ഥികളും അത്യുത്സാഹത്തോടെയാണ് സേവന ദിനത്തിൽ പങ്കാളികളായത്. പൊതുമരാമത്ത് ജീവനക്കാർ പെരിങ്ങാവ് മേഖലയിൽ സർവേ നടപടികൾ നടത്തി മാതൃകയായി. കാർഷിക സർവകലാശാല കേന്ദ്ര ലൈബ്രറി വിഭാഗവും കലാമിന് ആദരവർപ്പിച്ച് തുറന്നു പ്രവർത്തിച്ചു. അവധി ദിനം സേവനമാക്കി രാജ്യത്തിന്റെ മുൻ പ്രഥമ പൗരന് ചാലക്കുടി നഗരസഭയുടെ ആദരം. എല്ലാ സെക്ഷനുകളിലുമായി 90% ജീവനക്കാരും ഹാജരായി. വോട്ടർ പട്ടിക പുതുക്കുന്ന ആവശ്യത്തിനാണ് പ്രധാനമായും ആളുകൾ എത്തിയത്. ജീവനക്കാർ എല്ലാവരും കൃത്യസമയത്ത് എത്തിയിരുന്നു. ചെയർമാൻ VO പൈലപ്പൻ, പ്രതിപക്ഷ നേതാവ് PM ശ്രീധരൻ എന്നിവരും ഭൂരിഭാഗം കൗൺസിലർമാരും അവധി ദിനം സേവന ദിനമാക്കി. അബ്ദുൽ കലാമിന് ആദരാഞ്ജലി അർപ്പിച്ച് തൃത്തല്ലൂർ കമലാ നെഹ്റു ഹയർ സെക്കൻഡറി സ്കൂൾ ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കി. സ്കൂളിലെ 1000ഓളം വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ജീവനക്കാരുമാണ് അധിക പ്രവൃത്തി ദിനം ജനകീയനായ മുൻ രാഷ്ട്രപതിക്കുള്ള ആദരാഞ്ജലിയായി മാറ്റിയത്. യൂണിഫോം ധരിച്ച് സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചിത്രമുള്ള ബാഡ്ജ് ധരിച്ചിരുന്നു. രാവിലെ പ്രത്യേക അസംബ്ലിയോടെയാണ് അധ്യയനം ആരംഭിച്ചത്. PTA പ്രസിഡന്റ് ജുബു മോൻ വാടാനപ്പള്ളിയുടെ അധ്യക്ഷതയിലായിരുന്നു അസംബ്ലി. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. ചിത്രരചന, ഉപന്യാസരചന, ശുചിത്വ പ്രവർത്തനങ്ങൾ എന്നിവയും സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു. നാട്ടിക തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുകളും ഞായറാഴ്ച പ്രവർത്തിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ മുഴുവൻ ജീവനക്കാരും ജോലിക്കായി എത്തിയിരുന്നു. ഹെൽപ്പ് ഡെസ്ക്, ഫ്രണ്ട് ഓഫീസ്, കുടുംബശ്രീ ഓഫീസുകളും പ്രവർത്തിച്ചതായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ പറഞ്ഞു. അധിക പ്രവൃത്തി ദിനത്തിൽ പ്രാദേശിക ഭരണസമിതി യോഗവും നടന്നു. മുൻ രാഷ്ട്രപതിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ നിലവിളക്ക് തെളിയിച്ചാണ് നാട്ടിക കൃഷിഭവനിൽ ഓഫീസ് പ്രവർത്തിച്ചത്. വടക്കാഞ്ചേരി പോലീസ് സർക്കിളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ആഭിമുഖ്യത്തിൽ SPC ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണം നടന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ജേക്കബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി CI MK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്യുമെന്ററി പ്രദർശനം, ചിത്രരചന, ഉപന്യാസ രചനാ മത്സരം എന്നിവയും ഉണ്ടായി. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് മനപ്പടി അക്ഷയ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചു. അവധി ദിവസമായ ഞായറാഴ്ച അക്ഷയ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി. നിരവധി പേർ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയിരുന്നു. എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ SPCയുടെ ആഭിമുഖ്യത്തിൽ പ്രണാമം എന്ന പരിപാടി സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ MA ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. യുവ ശാസ്ത്രജ്ഞ ഷിൻസി തോമസ് ഡോക്ടർ കലാം അനുസ്മരണ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾ കലാമിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. അന്തിക്കാട് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ കലാമിനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗവും അനുസ്മരണ പ്രഭാഷണവും SI P ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AA ആബിദ് അലി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കലാം അനുസ്മരണത്തിന് മുന്നോടിയായി ഉപന്യാസ മത്സരം, ക്വിസ് മത്സരം, അബ്ദുൽ കലാമിനെക്കുറിച്ചുള്ള ചാർട്ട് തയ്യാറാക്കൽ എന്നിവയും SPC വിദ്യാർത്ഥികൾക്കായി നടത്തിയിരുന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ ഞായറാഴ്ച ഓഫീസിൽ ജോലിക്കെത്തി. രാവിലെ 10 മുൻപ് തന്നെ എത്തിയ ജീവനക്കാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കലാമിനോടുള്ള ആദരവിന്റെ ഭാഗമായി കൊച്ചു പൂന്തോട്ടവും ഒരുക്കി. നിരവധി ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തിയിരുന്നു. പാവറട്ടി മേഖലയിൽ വെങ്കടങ്ങ്, പാവറട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ, ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്ക്, ലൈബ്രറി, തുടർ വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു.
വോട്ടേഴ്സ് ലിസ്റ്റ് നടപടികൾ, വിവിധ നികുതികൾ അടയ്ക്കൽ എന്നിവയ്ക്കായി നിരവധി പേർ ഓഫീസുകളിൽ എത്തിയിരുന്നു. അവണിശ്ശേരി പഞ്ചായത്ത് ഓഫീസ് തുറന്നു പ്രവർത്തിച്ചത് മാതൃകയായി. ഓഫീസിലെ 14 സ്റ്റാഫും പ്രസിഡന്റും പഞ്ചായത്തിൽ കൃത്യസമയത്ത് തന്നെ എത്തിയിരുന്നു. പതിവ് ദിവസങ്ങളിലെ പോലെ പഞ്ചായത്തിലെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് വിൽസൺ പള്ളിപ്പാടൻ പറഞ്ഞു. പുതുക്കാട് മേഖലയിലെ വിവിധ സ്കൂളുകളിലും പഞ്ചായത്തിലും സേവനദിനം ആചരിച്ചു. പുതുക്കാട് ഗവൺമെന്റ് VHSE സ്കൂളിലെ PTA-യുടെയും OSA-യുടെയും നേതൃത്വത്തിൽ ദേശീയപാതയോരത്ത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സ്റ്റോപ്പിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയേങ്കര ഉദ്ഘാടനം ചെയ്തു. ബിന്ദു സജീവൻ അധ്യക്ഷത വഹിച്ചു. സേവന ദിനാചരണത്തിന്റെ ഭാഗമായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തുറന്നു പ്രവർത്തിച്ചു. ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും ജോലിക്കെത്തിയിരുന്നു. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും PTA-യും സ്കൂൾ പരിസരം വൃത്തിയാക്കി. ജില്ലാ പഞ്ചായത്ത് അംഗം കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PM ഷാനവാസ് നേതൃത്വം നൽകി. വേലുപ്പാടം കിണർ കണ്ണാടി പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കലവറക്കുന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം റോഡ് വൃത്തിയാക്കി. പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ്, സെക്രട്ടറി പ്രശാന്ത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. SPC ദിനാചരണത്തിന്റെ ഭാഗമായി കടപ്പുറം GVHS സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ APJ അബ്ദുൽ കലാം അനുസ്മരണവും SPC കേഡറ്റുകൾക്ക് ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായി ഗ്രോ ബാഗ് വിതരണവും നടത്തി. തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക AK സുലോചന അധ്യക്ഷത വഹിച്ചു. മാള, പൊയ്യ, പുത്തൻചിറ ഗ്രാമപഞ്ചായത്തുകൾ അവധി ഉപേക്ഷിച്ച് പ്രവർത്തിച്ചു. പുത്തൻചിറ പഞ്ചായത്ത് ഓഫീസിലെ 13 ജീവനക്കാരിൽ 3 പേരും പൊയ്യ പഞ്ചായത്ത് ഓഫീസിൽ 10-ൽ 8 പേരും ജോലിക്കെത്തി. മാള പഞ്ചായത്ത് ഓഫീസിൽ പകുതി പേരാണ് അവധി ദിനത്തിലും ജോലിക്കെത്തിയത്. പ്രസിഡന്റ് ഇന്ദിരാ ശിവരാമനും എത്തിയിരുന്നു. വടക്കേക്കാട് സെന്റ് സിറിയക് ചർച്ചിലെ CLCയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അബ്ദുൽ കലാമിനെ അനുസ്മരിച്ചു. ഛായാചിത്രത്തിനു മുന്നിൽ പ്രാർത്ഥന നടത്തി. അനുസ്മരണ സമ്മേളനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുൽ അലി നിർവഹിച്ചു. വികാരി ഫാദർ ജോജു പനക്കൽ അധ്യക്ഷനായിരുന്നു. ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണവും സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ദിനാചരണവും നടന്നു. വെള്ളിക്കുളങ്ങര അഡീഷണൽ SI മുരളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NS വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. TCV തൃശൂർ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതിനായി അവധി ദിനത്തിൽ സാമൂഹിക സേവന ദൗത്യവുമായി ഇറങ്ങിയ വിദ്യാർത്ഥികൾ വേറിട്ട മാതൃകയായി. തൃശൂർ മോഡൽ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് കലാമിന് വേറിട്ട ആദരമൊരുക്കിയത്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ പ്രണാമമർപ്പിച്ച് ഞായർ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ചപ്പോൾ ക്ലാസ് മുറിയിൽ ഒതുങ്ങുന്ന ഒരു പ്രവൃത്തി ദിനം മാത്രമാക്കി മാറ്റാൻ മോഡൽ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ആഗ്രഹിച്ചില്ല. അതിനുമപ്പുറം തങ്ങളുടെ സേവനങ്ങൾ മുൻ രാഷ്ട്രപിതാവിനോടുള്ള അഗാധമായ ആദരവും സേവനവുമാക്കി മാറ്റുകയായിരുന്നു. സ്കൂൾ പരിസരവും തോട്ടവുമെല്ലാം വൃത്തിയാക്കിയും തങ്ങളുണ്ടാക്കിയ വർണ്ണപ്പൂക്കളും കടലാസ് ബാഗുകളുമെല്ലാം ജനങ്ങളിലെത്തിച്ചും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് നടത്തിയുമെല്ലാം അവർ തങ്ങളുടെ സേവനം മികച്ചതും മാതൃകാപരവുമായി മാറ്റുകയായിരുന്നു. കലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അധ്യാപനവൃത്തി ചെയ്യുന്ന തങ്ങൾക്ക് അദ്ദേഹത്തിന് നൽകാനുള്ള ആദരവും ബഹുമാനവുമാണ് ഈ പ്രവൃത്തി ദിനം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ശാലി ജോൺ പറഞ്ഞു. പ്രിയപ്പെട്ട കുട്ടികൾ എന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമാണ്, ഒരു ദിവസം കൂടുതൽ വരാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ പ്രോത്സാഹനമായിരുന്നു. അതിപ്രകാരമാണ് ഞങ്ങൾ ഇന്ന് തന്നെ അത് നിശ്ചയിച്ചത്. ഏറെക്കുറെ 90% കുട്ടികളും ഞങ്ങളുടെ എത്തിയിട്ടുണ്ട്, അധ്യാപകരും എത്തിയിട്ടുണ്ട്. ഞായർ പ്രവൃത്തി ദിനമാക്കാനുള്ള ആലോചന വിദ്യാർത്ഥികളുടെ ഉത്സാഹം കൂടിയായപ്പോൾ കൂടുതൽ മികവുറ്റ മാതൃകയായി മാറുകയായിരുന്നു. ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ സ്കൂളും പരിസരവും വൃത്തിയാക്കി. ഒരു വിഭാഗം കുട്ടികൾ തങ്ങൾ കൈകൊണ്ട് തുണിയിൽ നിർമ്മിച്ച അലങ്കാര പുഷ്പങ്ങളും കടലാസ് ബാഗുകളും ആഭരണങ്ങളുമെല്ലാം വിൽപ്പന നടത്താൻ ഒരു ചെറിയ സ്റ്റാളുമായി പാർമേക്കാവ് പരിസരത്തെത്തി. മെഡിക്കൽ ലാബ് ടെക്നോളജിയിലെ വിദ്യാർത്ഥിനികൾ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പുമായി KSRTC സ്റ്റാൻഡിലും തങ്ങളുടെ സേവനം മഹത്തരമാക്കി. പൂക്കളും ബാഗുമെല്ലാം വിറ്റുകിട്ടുന്ന പണം സ്കൂൾ NSS വഴി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. സോ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഇന്ന് ഒരു എക്സ്ട്രാ ഡേ എടുത്തതാണ്. ഞങ്ങൾ 2020 ആകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ പ്ലാസ്റ്റിക് ഫുൾ വൈൻഡപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു തോട്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസായി ഞങ്ങൾ ഈ ഒരു സ്റ്റോള് നിർബന്ധിച്ചതാണ്. വടക്കേ സ്റ്റാൻഡ് പരിസരത്ത് നട്ട ചെമ്പകത്തൈകൾ ചെമ്പകം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കലാമിന് മറ്റൊരു ആദരാഞ്ജലിയായി. വിദ്യാർത്ഥികൾ ദിനവും കടന്നുപോകുന്ന വഴിയിലെ ചെമ്പകത്തൈകൾ വെള്ളമൊഴിച്ച് പരിപാലിക്കുന്ന ചുമതലയും ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പാളിനൊപ്പം NSS പ്രോഗ്രാം ഓഫീസർ ധന്യ ജോസഫ്, അധ്യാപകരായ SR ഗിരിജ, S അനീഷ, PS ഷെസി, VS രാജി, TD ധന്യ എന്നിവരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ പ്രവൃത്തി ദിനം തങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ വലിയ മനുഷ്യൻ നൽകുന്ന വലിയ ആദരവായി മാറുകയായിരുന്നു. TCV ന്യൂസ് തൃശൂർ.
തീരദേശ മേഖലയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമായതിനെ തുടർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചതായി ചാവക്കാട് സിഐ പി അബ്ദുൾ മുനീർ അറിയിച്ചു. മേഖലയിൽ ഒരിടവേളയ്ക്ക് ശേഷമാണ് കഞ്ചാവ് മാഫിയ സംഘങ്ങൾ സജീവമായത്. അകലാട് ബീച്ച്, പഞ്ചവടി, എടക്കഴിയൂർ, തിരുവത്ര, പുത്തൻകടപ്പുറം, മണത്തല, പുന്ന, പുതിയറക്കടവ്, വളയംതോട്, തൊട്ടാപ്പ്, മുനയ്ക്കക്കടവ്, ഒരുമനയൂർ, തെക്കൻ പാലയൂർ, തെക്കഞ്ചേരി, ചാവക്കാട് പഴയപാലം, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഭാഗങ്ങളിൽ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തി. തീരദേശത്തെ ചില വീടുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചതായി പോലീസ് അറിയിച്ചു. തീരദേശത്തെ കാറ്റാടി മരങ്ങൾക്കിടയിൽ സാമൂഹിക വിരുദ്ധരും കഞ്ചാവ് മാഫിയകളും താവളമാക്കി മാറ്റിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സംഘം ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലും വിൽപ്പന വ്യാപകമായിട്ടുണ്ട്. അട്ടപ്പാടി, കമ്പം, തേനി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും കഞ്ചാവ് എത്തുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ സഹായത്തോടെയും വ്യാപകമായി കഞ്ചാവ് കൊണ്ടുവരുന്നതായി പോലീസ് പറയുന്നു. പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും കഞ്ചാവ് വിൽപ്പനയെക്കുറിച്ച് വിവരം അറിയിക്കണമെന്നും സിഐ പി അബ്ദുൾ മുനീർ അറിയിച്ചു. ചാവക്കാട് ടൗണിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെ മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരുമനയൂർ കണ്ണിക്കുത്തിക്കടുത്ത് തെക്കണ്ടിപ്പറമ്പിൽ നാസറിനെയാണ് സിഐ പി അബ്ദുൾ മുനീർ, സ്ക്വാഡ് അംഗങ്ങളായ AK സുരേന്ദ്രൻ, ലോഫി രാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റാൻഡിനടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ പിടിയിലായത്. പ്രതിക്കെതിരെ ചാവക്കാട് സ്റ്റേഷനിൽ 13 കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 10 വയസ്സുകാരന് പിതാവിന്റെ ക്രൂരമർദ്ദനം. മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിതാവിനെതിരെ എരുമപ്പെട്ടി പോലീസ് കേസെടുത്തു. വേലൂർ കറുപ്പംവീട്ടിൽ നൌഫലാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനെ മർദ്ദിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തന്റെ പേഴ്സിൽ നിന്ന് പണം എടുത്തുവെന്ന് ആരോപിച്ചാണ് കുട്ടിയെ നൌഫൽ മർദ്ദിച്ചത്. കുട്ടിയുടെ ദേഹത്ത് അടിയേറ്റ പാടുകളുണ്ട്. മാതാവ് കുട്ടിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. തിപ്പലശ്ശേരി ആൽത്തറയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രമണം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റത്. മണ്ഡലം പ്രസിഡന്റ് K വിശ്വംഭരൻ, പ്രവർത്തകരായ വിഘ്നേശ്വർ പ്രസാദ്, മഹേഷ്, K രഘുനാഥ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് നടന്ന കോൺഗ്രസ് പൊതുയോഗം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇന്ന് രാത്രി 7:30-ക്ക് ശേഷമായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കടവല്ലൂർ പഞ്ചായത്തിൽ നാളെ ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കേരളത്തിൽ ചിലർ വിളക്ക് കൊളുത്താൻ മടിക്കുമ്പോൾ ചിലർ വിളക്കിന് മുകളിൽ കുരിശുണ്ടെങ്കിൽ കത്തിക്കാമെന്ന മനസ്ഥിതിയുള്ളവരാണെന്ന് CN ജയദേവൻ MP പറഞ്ഞു. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആദരപൂർവ്വം സാംസ്കാരിക സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്ര വാദ്യകലകൾ മറ്റു മതങ്ങളുടെയും പരിപാടികളിൽ സജീവമാകണമെന്നും സർക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്നും MP പറഞ്ഞു. ക്ഷേത്ര വാദ്യകലാ അക്കാദമി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കലാചാര്യ പുരസ്കാരം മഠത്തിൽ നാരായണൻകുട്ടി മാരാർക്ക് MP സമ്മാനിച്ചു. കിഴക്കൂട്ട് അനിയന്മാരാർക്ക് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA കലാനിധി പുരസ്കാരവും VS സുനിൽകുമാർ MLA കലാമണ്ഡലം അനന്തകൃഷ്ണന് വാദ്യശ്രീ പുരസ്കാരവും നൽകി. കൊടകര രമേശ്, കാലടി കൃഷ്ണയ്യർ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ മാധവൻകുട്ടി, പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ, ചോറ്റാനിക്കര വിജയൻ മാരാർ, കലാമണ്ഡലം അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇനി കാഴ്ചവട്ടത്തിലേക്ക്. ഡോക്ടർ APJ അബ്ദുൽ കലാം നന്മ നിറഞ്ഞ നക്ഷത്രമായും യാക്കൂബ് മേമൻ നന്മ കൈമോശം വന്നവനുമായാണ് ജൂലൈ 31-ന് നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയത്. നന്മതിന്മകളെ വേർതിരിച്ചു കാണുന്നതിൽ പോലും ഇരട്ടത്താപ്പും വിവേകമില്ലായ്മയും പുലർത്തുന്നവരുടെ വിചിത്രമായ കാഴ്ചകളിലേക്ക്. അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നത് കേട്ടു തഴമ്പിച്ച ചൊല്ലാണ്. ഇന്നത് അമ്മയെ കൊന്നാലും 2 പക്ഷം എന്നായി എന്ന് മാത്രം. മനുഷ്യരെ ആക്രമിക്കുന്ന പേനായെ കൊന്നാലോ, അതിനും ഇന്ന് 2 പക്ഷമാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ പിഞ്ചുകുട്ടികളടക്കം നിരവധി പേരെ പേനായ്ക്കൾ കടിച്ചു. പുറത്തിറങ്ങാനാകാതെ നാട്ടുകാർ വിഷമിച്ചു. വളർത്തുമൃഗങ്ങളെ കൊന്നു. മൃഗസ്നേഹികൾ കോരിത്തരിച്ചു പോയത്രേ. അവർക്ക് പേനായ്ക്കൾ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കണ്ടാലേ ഉറക്കം വരൂ. സഖികെട്ട നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുറെ തെരുവ് നായ്ക്കളെ കൊന്നു. ദാ വരുന്നു മൃഗസ്നേഹികൾ. തെരുവ് നായ്ക്കളെ കൊല്ലരുത്, അവയ്ക്ക് തേനും പാലും നൽകണമെന്ന് മൃഗസ്നേഹികൾ. അമ്മയെ കൊന്നാലും 2 പക്ഷം. മേനകാഗാന്ധിക്ക് പരാതി. ബാംഗ്ലൂരിലും കൽക്കട്ടയിലും കേരളത്തിനെതിരെ പ്രകടനങ്ങൾ. തടിച്ചുകൊഴുത്ത ലലനാമണികൾ വരെ തെരുവിൽ. കാരണം അവർ അന്തിയുറങ്ങുന്നത് പേനായ്ക്കളെ കണ്ടാണ്. മനുഷ്യൻ ചത്തോട്ടെ, നായ്ക്കൾ വിലസി നടക്കട്ടെ. ഇതാണ് ഇരട്ടത്താപ്പിന്റെ, വിവേകമില്ലായ്മയുടെ കപടമുഖം. മനുഷ്യനെ സ്നേഹിക്കാനറിയാത്ത ജന്മങ്ങൾ.
ഈ ഇരട്ടത്താപ്പും ആക്രോശവും യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയപ്പോഴും ചില വിശാല മനസ്കർ തട്ടിവിട്ടു. ഇപ്പോഴാണ് അഹിംസാ സിദ്ധാന്തവുമായി ചില രാഷ്ട്രീയക്കാർ ഗാന്ധിയന്മാരായി രംഗത്ത് വരുന്നത്. പ്രകാശ് കാരാട്ട് ഗാന്ധിയനായി നിൽക്കുന്ന ഒരു കാർട്ടൂൺ വരെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ശരിക്കും ഗാന്ധി തന്നെ. ഈ മാമൻ ജയിലിൽ കഴിയുമ്പോൾ ഒരു ഗാന്ധിയനും 1993 മാർച്ച് 12 പാകിസ്ഥാന് ശിങ്കിടിപാടി പാർലമെന്റ് ആക്രമിച്ച് 257 പേരെ നിഷ്ഠൂരമായി കൊന്നത് ഹിംസയാണെന്ന് ഉപദേശിക്കാൻ ചെന്നില്ല. 713 പേർക്ക് പരിക്കേറ്റ് ജീവിതം തുലഞ്ഞത് ഹിംസ തന്നെയാണെന്ന് മേമനെ പഠിപ്പിക്കാൻ ചെന്നില്ല. അന്ന് പക്ഷേ കാരാട്ട് അഹിംസാ സിദ്ധാന്തം പഠിച്ചിട്ടില്ലായിരിക്കാം. ശശി തരൂരിനും വല്ലാത്ത വിഷമം. മേമനെ തൂക്കിലേറ്റിയതിന് തരൂർ സങ്കടപ്പെട്ട് വിവശനായി തറ്റുടുത്തു നിന്ന് മോങ്ങുന്നു. സ്വന്തം ഭാര്യ ഹോട്ടലിൽ മരിച്ചത് എങ്ങനെയെന്ന് വ്യക്തമായിട്ട് പോരെ ഈ മോങ്ങൽ. 10 വർഷത്തിനിടയിൽ ഇന്ത്യ തൂക്കിലേറ്റിയത് 4 പേരെയാണ്. കഴിഞ്ഞ വർഷം മാത്രം ലോകത്ത് 607 പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട്. ഇറാനിൽ മാത്രം കഴിഞ്ഞ വർഷം 259 പേരെ തൂക്കിക്കൊന്നു. ഒരു ഗാന്ധിയനും കണ്ണീരൊലിപ്പിച്ചില്ല. ഒരു സാമുദായിക ബുദ്ധിജീവികളും ഇറാനോട് തൂക്കിക്കൊല്ലല്ലേ തൂക്കിക്കൊല്ലല്ലേ എന്ന് പറഞ്ഞില്ല. ഒരു മനുഷ്യജീവനെയും ഒരു മേമനെയും കൊല്ലുന്നത് ശരിയല്ല. ആ കടപ്പാട് എല്ലാവർക്കും ഉണ്ടാകണം. അത് മേമന്മാരും മനസ്സിലാക്കണം. രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ എതിരാളികളെ കൊലക്കത്തിക്ക് ഇരയാക്കുന്നതും ഹിംസയാണ്. ഇരട്ടത്താപ്പില്ലാത്ത പണ്ഡിതനായ മനുഷ്യസ്നേഹിയായ ഒരു ദേശസ്നേഹി കൂടി മേമനെ തൂക്കിലേറ്റിയ ദിവസം നമുക്ക് നഷ്ടമായി. കാലാതീതനായ കലാം, വിശ്വപൗരനായ കലാം, നന്മ നിറഞ്ഞവൻ. ആ നന്മ പിന്തുടരാൻ പൂങ്കണ്ണീര് വീഴ്ത്തുന്ന നമ്മുടെ നേതാക്കൾക്ക് ഇത്തിരി പുളിക്കും. അനുബന്ധം: കേരളത്തിൽ നായ്ക്കളെ കൊല്ലുന്നു എന്ന് ആവലാതിപ്പെട്ട് കേരളത്തിന് പുറത്ത് പ്രകടനം നടത്തിയുന്നവരുടെ ബാനറിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഡോഗ്സ് ഓൺ ഹെൽ, നായ്ക്കളുടെ നരകമായിരിക്കുന്നു എന്നർത്ഥം. എത്ര ശരി! ചിലപ്പോഴൊക്കെ നാം സത്യം പറഞ്ഞു പോകുന്നു അറിയാതെ. സ്വാമി വിവേകാനന്ദൻ ഇവിടുത്തെ ജാതി കോമരങ്ങളെ നോക്കി ഭ്രാന്താലയം എന്ന് വിളിച്ചു. പേ പിടിച്ച നായ്ക്കൾ നിറഞ്ഞ കേരളം ഇന്ന് ശരിക്കും ഡോഗ്സ് ഓൺ ഹെൽ, നായ്ക്കളുടെ നരകാലയം. ഈ നരകാലയത്തിൽ കുരച്ചു മനുഷ്യർ പേടിച്ച് കഴിയുന്നുണ്ട് എന്നുകൂടി എഴുതാമായിരുന്നു. ശുഭം. മണ്ണമ്പേട്ട വരാക്കരയിൽ പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. വരാക്കര നായരുപറമ്പിൽ പുഷ്കരൻ മകൻ ബിജുവിനാണ് പരിക്കേറ്റത്. ഇന്ന് രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ ബിജുവിനെ വരന്തരപ്പള്ളി SI G അജിത് കുമാർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. മദ്യപിച്ചാണ് ബിജു വാഹനം ഓടിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ പെരിങ്ങാവ് റോഡിൽ റൗണ്ട് അബൌട്ട് സ്ഥാപിക്കുന്നു. നാറ്റ്പാക്കിന്റെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പൊതുമരാമത്ത് വിഭാഗം ശാസ്ത്രീയമായ രീതിയിൽ റൗണ്ട് അബൌട്ട് നിർമ്മിക്കുന്നത്. പെരിങ്ങാവ് ജംഗ്ഷനിൽ കൂടിച്ചേരുന്ന 3 റോഡുകളും വീതി കൂട്ടും. 1.5 കോടി രൂപ ചെലവിലാണ് പെരിങ്ങാവ് ജംഗ്ഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നേരത്തെ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരത്തെ തുടർന്ന് പെരിങ്ങാവ് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. റൗണ്ട് അബൌട്ട് വരുന്നതോടെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബൽദാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ പ്രേംജിലാൽ, സജിത് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങളുമായി കല്യാൺ സിൽക്സിന്റെ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിന് തുടക്കമായി. ഒറ്റ ഷോപ്പിംഗിലൂടെ ഒന്നിലധികം തവണ സമ്മാനങ്ങൾ നേടുവാനുള്ള സുവർണ അവസരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. കല്യാൺ സിൽക്സിൽ നിന്ന് 2000 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന കൂപ്പണുകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ കണ്ടെത്തുക. ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, വാഷിംഗ് മെഷീൻ, 32 ഇഞ്ച് LED TV, എയർ കണ്ടീഷണർ, സ്മാർട്ട് ഫോൺ എന്നിവയ്ക്ക് പുറമെ 30 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും ദിവസവും സമ്മാനമായി നൽകും. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് ഫോക്സ് വാഗണർ പ്രോളോ കാറും സമ്മാനമായി ലഭിക്കും. 101 പവൻ സ്വർണമാണ് ബമ്പർ സമ്മാനമായി നൽകുന്നത്. കൂടാതെ ആയിരക്കണക്കിന് അപ്രതീക്ഷിത സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. അടുത്ത മാസം 15 വരെയാണ് ഈ പദ്ധതിയുടെ കാലാവധി. സ്വന്തം തറികളിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 ലക്ഷത്തിലേറെ ബ്രൈഡൽ സാരികൾ, യൂത്ത് കളക്ഷനുകൾ, ഇൻഹൌസ് ഡിസൈനർമാർ ഒരുക്കിയ സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ, കിഡീസ് വെയറിലെയും മെൻസ് വെയറിലെയും ലേഡീസ് വെയറിലെയും ഇന്റർനാഷണൽ ശ്രേണികൾ എന്നിവയുടെ വൻ ശേഖരമാണ് ഈ ഓണക്കാലത്ത് കല്യാൺ സിൽക്സിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. തൃശൂർ ജില്ലാ ബധിര അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ സൗജന്യ ശ്രവണ സഹായി വിതരണം ചെയ്തു.
ചെമ്പൂക്കാവ് ജവഹർ ബാലഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ ചെയർമാൻ MU മുത്തു അധ്യക്ഷത വഹിച്ചു. നിയുക്ത തൃശൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് തോമസ് ജോൺ മുഖ്യാതിഥിയായി. യുണൈറ്റഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ PS ബാബു, അസോസിയേഷൻ ഭാരവാഹികളായ KV സന്തോഷ് കുമാർ, MG റാഫേൽ, S സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 250ഓളം പേർക്ക് ചടങ്ങിൽ ശ്രവണ സഹായി നൽകി. റോട്ടറി ഇന്റർനാഷണൽ ക്ലബിന്റെ എക്സലൻസ് അവാർഡ് കോർപ്പറേഷൻ കൌൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കൽ ഏറ്റുവാങ്ങി. ദുബായിൽ നടന്ന ചടങ്ങിൽ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. കൌൺസിലർ എന്ന നിലയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് പുരസ്കാരം സമ്മാനിച്ചത്. കോർപ്പറേഷൻ ഒല്ലൂർ 19ാം ഡിവിഷൻ കൌൺസിലറാണ് ജോൺ കാഞ്ഞിരത്തിങ്കൽ. പല മുൻഗണനകളും മാറ്റി നിർത്തി രാജ്യത്തെ കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് സർക്കാർ നേട്ടമായി കാണുകയാണെന്ന് CPI നേതാവ് KP രാജേന്ദ്രൻ പറഞ്ഞു. ഇന്ത്യൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ബാങ്ക് മേഖലയ്ക്കുള്ള 52% ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ച കേന്ദ്ര നയം വൻ തിരിച്ചടിയാണ്. ഇത് സാധാരണ ജനജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് T നന്ദകുമാർ, ജോയിന്റ് സെക്രട്ടറി PP വർഗീസ്, S ഷീല, TV രാമചന്ദ്രൻ, MD ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ ലക്ഷക്കണക്കിന് പേരെന്ന് കണക്കുകൾ. വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസ് അസറ്റ് കൺസ്ട്രക്ഷനെ ഏൽപ്പിച്ച ബാങ്കുകളുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സാംസ്കാരിക സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ വർഗീയ താൽപര്യങ്ങൾക്ക് അടിയറ വയ്ക്കുകയാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്. ജാതിയോ മതമോ നോക്കിയല്ല സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ആളെ വെക്കേണ്ടതെന്നും മന്ത്രി. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കേരള കോൺഗ്രസ് B ചെയർമാൻ R ബാലകൃഷ്ണപിള്ള. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ഭരണമാണ് ഉമ്മൻചാണ്ടിയുടേതെന്നും പിള്ള. ചന്ദ്രപിന്നി ഈസ്റ്റിൽ പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനിടെ വാർക്ക തകർന്നു വീണ് തൊഴിലാളി മരിച്ചു. എറിയാട് കാറിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. സംസ്ഥാനത്ത് വിവിധ സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാമിനുള്ള ആദരാഞ്ജലിയായിരുന്നു പ്രവൃത്തി ദിനം. ഇതോടെ തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.